അഴിമതി ആരോപണത്തിൽ പൊറുതിമുട്ടി പുറത്തിറങ്ങാൻ പറ്റാത്ത UDF-നും കോൺഗ്രസിനും വലിയ ആശ്വാസമാണ് പിണറായി സഖാവ് നൽകിയത്. വേലിക്കകത്ത് കിടന്ന പാമ്പിന്റെ വാല് പിടിച്ച് വലിച്ചിരിക്കുന്നു. എന്നാൽ പത്തി വിടർത്തിയിരിക്കുന്നത് ഇത് കണ്ടു നിന്നവരാണെന്ന് മാത്രം. സുധീരൻ ധീരതയോടെ CPM-നെതിരെ പട നയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ഇതിനൊക്കെ മറുപടി നൽകാൻ കാരണവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് സത്യം. മുതിർന്ന നേതാവിനെ പോലും അംഗീകരിക്കാൻ ഉൾക്കൊള്ളാൻ സാധിക്കാത്തവർ എങ്ങനെ കേരളത്തിലെ ജനങ്ങളെ ഒന്നായി കാണും എന്നൊരു ചോദ്യം ഏറെ പ്രസക്തമായി ഉയർന്നു വന്നിരിക്കുകയാണ്. LDF വന്നാൽ എല്ലാം ശരിയാകും എന്നുള്ള മുദ്രാവാക്യം അതിൻ്റെ അർത്ഥം ഇപ്പോഴാണ് വ്യക്തമാകുന്നത്. LDF വന്നാൽ ആദ്യം ശരിയാക്കുന്നത് VS-നെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെന്നുള്ളത് കൃത്യമായി ഏവർക്കും മനസ്സിലാകുന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. UDF-ന്റെ മാനിഫെസ്റ്റോ വായിക്കാനിടയായി. ആ മാനിഫെസ്റ്റോയിൽ പറയുന്നത് അഴിമതിരഹിതമായ ഒരു ഭരണമായിരിക്കും ഞങ്ങൾ കാഴ്ചവെക്കുന്നത് എന്നാണ്. എനിക്കുണ്ടായ ചിരിക്ക് അവസാനമുണ്ടായില്ല. ഞാൻ അപ്പോഴാണ് ഒന്നോർത്തത്, അഴിമതി കേസുകളിലെ പ്രതികൾ ആരൊക്കെ, UDF-ലെ അഴിമതിക്കാരൊക്കെ. അസഹിഷ്ണുതയുടെ പര്യായമായി CPM മാറിയിരിക്കുന്നു. ഒന്ന്, ഉമ്മൻചാണ്ടി. കേസെത്ര? 31. അസഹിഷ്ണുതയുടെ കാര്യത്തിൽ CPM-ഉം BJP-യും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളായി നിൽക്കുന്നു. എന്ത് കേസ്? അഴിമതിയിൽ പിടിക്കപ്പെടേണ്ട കേസ്. മോഡി ഭരണകൂടത്തിൽ വളർന്നു വരുന്ന അസഹിഷ്ണുതയെ ചെറുക്കുന്നു എന്ന് അവകാശപ്പെടുന്ന സീതാറാം യെച്ചൂരിയും കൂട്ടരും കേരളത്തിലെ തങ്ങളുടെ സഹപ്രവർത്തകരുടെ ഇടയിൽ വളർന്നു വരുന്ന അസഹിഷ്ണുത അത് തിരുത്താൻ തയ്യാറാകുമോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. രണ്ടാമത്തേതാണ് അടൂർ പ്രകാശ്. 8 കേസ്. എല്ലാവർക്കും കൃത്യമായി അറിയാം. അദ്ദേഹം പറഞ്ഞത് എല്ലാവരും കേട്ടതാണ്. ഈ ദൃശ്യമാധ്യമങ്ങളുടെ കാലത്ത് ഒരാൾക്ക് പോലും പറഞ്ഞത് മാറ്റി പറയാൻ ആവില്ല. എക്സൈസ് മന്ത്രി ബാബു 6 കേസ്. ജനങ്ങൾ കണ്ടതാണ്. മാധ്യമങ്ങളുടെ പേരിൽ പഴിചാരി ഈ പറഞ്ഞ കാര്യത്തിൽ നിന്നും തടിയൂരാൻ ആർക്കും സാധ്യമല്ല. പറഞ്ഞത് തന്നെയാണ് എന്നുള്ളത് ശരിയാണ്. KM മാണി 8 കേസ്. രമേശ് ചെന്നിത്തല 9 കേസ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 14 കേസ്. ഈ സുപ്രധാനമായ സന്ദർഭത്തിൽ പോലും എന്തുമാത്രം പകയും വിദ്വേഷവുമാണ് അവരുടെ ഇടയിൽ നിലനിൽക്കുന്നത് എന്നുള്ളതിന് ഇതിൽ പരം ഒരു തെളിവുണ്ട്. അബ്ദുൾ റബ്ബ് 11 കേസ്. VS ശിവകുമാർ 10 കേസ്. മഞ്ഞളാംകുഴി അലി 8 കേസ്. VK ഇബ്രാഹിം കുഞ്ഞ് 8 കേസ്. CN ബാലകൃഷ്ണൻ 6 കേസ്. PJ ജോസഫ് 6 കേസ്. BJP ഉയർത്തുന്ന ആപൽക്കരമായ പ്രവണത എത്രമാത്രം മാരകമാണോ തുല്യമായ രീതിയിൽ തന്നെ ആപൽക്കരമാണ് CPM നേതാക്കളുടെ ഭാഗത്തുനിന്ന് വരുന്ന അസഹിഷ്ണുത. MK മുനീർ 3 കേസ്. അനൂപ് ജേക്കബ് 2 കേസ്. കുഞ്ഞാലിക്കുട്ടി 2 കേസ്. കേസ് ജോസഫ് 2 കേസ്. ഷിബു ബേബി ജോൺ 1 കേസ്. ആര്യാടൻ മുഹമ്മദ് 1 കേസ്. ആകെ കേസുകൾ എത്ര? 136. അതുകൊണ്ട് ഇതിൽ രണ്ടിനുമെതിരെ ജനാധിപത്യ മതേതര വിശ്വാസികളായിട്ടുള്ള മുഴുവൻ പേരുടെയും വർദ്ധിച്ച ശക്തിയോട് കൂടിയിട്ടുള്ള കൂട്ടായ്മ ഉയർന്നു വരണം. അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന UDF ആണ്. ഒരു സ്ത്രീ മന്ത്രി ഉണ്ടല്ലോ, ആ പാവം സ്ത്രീ ഒഴികെ മറ്റെല്ലാവരും അഴിമതി കേസിലെ പ്രതികളാണ്. UDF-നെ ശക്തിപ്പെടുത്തണം. കേരളത്തിൽ സമാധാനം നിലനിന്ന് കേരളത്തെ പുരോഗതിയിലേക്ക് വികസനത്തിലേക്ക് എത്തിക്കുന്നതിന് ഇതാവശ്യമാണ്. UDF വിജയിച്ചു വരേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ് ഇതെല്ലാം കൃത്യമായും പ്രകടമാക്കും. ഇതുകൊണ്ടൊന്നും ഗോളടിച്ചെന്ന് ആരും കരുതണ്ട. ഇതുകൂടി ഒന്ന് കേൾക്കുക. ലോകത്തെവിടെയും ഭൂമിയില്ലാത്ത ബീർ മുതലാളിക്ക് ഭൂമി നൽകിയ കഥ. പാവം വേദനിക്കുന്ന കോടീശ്വരന് സർക്കാർ ഭൂമി നൽകിയിട്ടും ഒന്നും അറിയാത്തവരെ പോലെ നടക്കുന്ന ആദർശധീരന്മാർക്ക് ഇങ്ങനെ തന്നെ വേണം. ഉമ്മൻചാണ്ടിക്ക് ഇതിനെപ്പറ്റി അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ
സുധീരനോ എനിക്കറിയില്ല. ഇങ്ങനെ കൈയൊഴിഞ്ഞ് പ്രമാണി വർഗത്തെ സഹായിക്കുമ്പോൾ മിസ്റ്റർ ഉമ്മൻചാണ്ടിയുടെ മന്ത്രി ഓഫീസ് എന്ന നിലയിൽ സ്വാധീനിച്ചിരിക്കുന്നു എന്ന് വേണമോ നമുക്കെല്ലാം ഉത്തരം കിട്ടേണ്ട ചോദ്യമാണ്. തൃപ്തിയായല്ലോ, ഇനി പോയി ഉറങ്ങിക്കോളൂ. അല്ല, വയറ് നിറഞ്ഞല്ലോ. ഇവിടെ കുത്തിപ്പൊക്കിയതെല്ലാം സ്ഥാനം കരസ്ഥമാക്കാൻ കഴിയാത്തതിലുള്ള ചില ഈഗോകൾ മാത്രമാണ്. അവിടെ അങ്ങനെയല്ലല്ലോ. ആരോപണങ്ങൾ ഓരോന്നിനും അടിസ്ഥാനം വന്നുകൊണ്ടിരിക്കുകയല്ലേ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി കളി രാജധാനിയിലേക്കാണ് സുരേഷ് ഗോപിയോടൊപ്പം. നമ്മുടെ പ്രധാനമന്ത്രി അത് നിർദ്ദേശിച്ചു. ഞാൻ അതിന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ശിരസ് നമിച്ചുകൊള്ളുന്നു. ദൈവത്തോട് നന്ദി പറയുന്നു. ആകാശമാകെ കണ്ണിമല കതിരുമായി പുലരി പോൽ വരൂ.